എന്താ എന്തുപറ്റി? ഹലോ, എന്താണ് സുഖല്ലേ? നമുക്കിന്ന് നല്ല കാണാണ്ട് ഇത് ഉപ്പിലിട്ടാലോ? വാട്ടർമെലൺ, അതായത് തണ്ണിമത്തൻ, അതായത് വത്തക്ക, ഇതുപോലെ നന്നായിട്ട് മുറിച്ച് ക്യൂബ്സ് ആയിട്ട് നന്നായിട്ട് മുറിച്ച് വൃത്തിയാക്കി. ഇതിലേക്ക് മറ്റേ കുരുകളൊക്കെ ഉണ്ടായിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ, അതൊക്കെ ഒരു ഭംഗിയല്ലേ. എന്നിട്ട് കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് കുപ്പി സെലക്ട് ചെയ്യാം, ഏതെങ്കിലും ഒന്ന് എടുക്കാം. എന്നിട്ട് നമ്മൾ മുറിച്ച് വെച്ച തണ്ണിമത്തൻ പീസുകൾ കുപ്പിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 2 പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഒന്ന് അമർത്തി വെക്കുന്നുണ്ട്. എന്നിട്ട് തിളപ്പിച്ച വെള്ളം അതേപോലെ ചൂടോടുകൂടി അതിലേക്ക് ഒഴിച്ചിട്ട് അടച്ച് വെച്ച് ഒരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഇതേ സമയം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് പാകത്തിനൊപ്പം ഒരു 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും വിനീഗറും പിന്നെ ഈ തണ്ണിമത്തനിലുള്ള വെള്ളമില്ലേ 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ആ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ട് ഒരു പ്യൂരി തയ്യാറാക്കുന്നുണ്ട്. അത് ചൂടോടുകൂടി ഇതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അടച്ച് ഒരു മൂലക്കിലേക്ക് അങ്ങ് മാറ്റി വയ്ക്കുക. ഒരു 2 മണിക്കൂർ അങ്ങ് കഴിയട്ടെ. അപ്പോൾ ഒന്ന് പുറത്ത് പോകാനുണ്ടായിരുന്നു. റെഡി ആയപ്പോഴാണ് 2 മണിക്കൂർ കഴിഞ്ഞ കാര്യം ഓർമ്മ വന്നത്. അപ്പോൾ എന്നാലും ഒരു ഫൈനൽ ഔട്ട്പുട്ട് കൂടി എടുത്തിട്ട് അങ്ങ് പോകാമെന്ന് വിചാരിച്ചു. തുറക്കാനും കിട്ടണില്ല. ആ മൂടി അങ്ങ് തുറന്നപ്പോൾ ഒരു മണമുണ്ട് മക്കളെ, ഒരു രക്ഷയില്ലായിരുന്നു. പൊളി പൊളി പൊളി. നമുക്ക് വേറെ ആൾക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം. അച്ചോ, ആയുർവേദ വിഭവങ്ങൾ ചേർത്ത് ഞാൻ ഉണ്ടാക്കിയ പാനീയം വയറിന് അത്യുത്തമം. വെരി ഗുഡ്, വെരി ഗുഡ്. നല്ല രുചി. വിനാഗിരി കുറവുള്ള പോലുണ്ടോ? ബാക്കിയൊക്കെ ഓക്കെയാ തോന്നിയോ? അനിയത്തിനെ കണ്ണുരുട്ടി പേടിപ്പിച്ച് പറയിപ്പിച്ചതല്ല കേട്ടോ ഈ ഒരു അഭിപ്രായം. അത്രയ്ക്കും കിടലനായിരുന്നു. നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ബൈ.